നമ്മൾ പലപ്പോഴും കേട്ടുള്ളൊരു ടേമാണ് വിസിൽ ബ്ലോയിങ്. എന്താണ് ഈ വിസിൽ ബ്ലോയിങ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കണേ? അത് പ്രൈവറ്റ് ബിസിനസ്സിൽ മാത്രമല്ല, ഗവൺമെൻറ് കോർപ്പറേഷൻസ്, ഗവൺമെൻറ് റണ്ണിങ്, ഇതിലെല്ലാം നമുക്ക് കിട്ടാറുള്ളൊരു ഇൻഫർമേഷനാണ് വിസിൽ ബ്ലോവർ. എന്താണ് വിസിൽ ബ്ലോവർ? അത് ആ വാക്ക് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ അതൊരു അറ്റൻഷൻ പറ്റാനുള്ള ഒരു കാര്യമാണ്. ഒരു കാര്യം ഓപ്പണായിട്ട് ആരോടും ചോദിക്കാണ്ട് ഒരു സഡൻ ബോംബ് പോലെ പുറത്തേക്ക് വിടുന്നു. അല്ലെങ്കിൽ അത് കറക്റ്റ് എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്താനായിട്ട് നോക്കുന്നു. അതെപ്പോഴാണ് ചെയ്യുന്നത്? നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രൈവറ്റ് ഫാമിലി ബിസിനസ്സിനെ പറ്റിയാണ്. അപ്പോൾ അവിടെ ആരായിരിക്കും അത് ചെയ്യുക? സാധാരണ ചെയ്യുക കമ്മിറ്റഡ് ആയിട്ടുള്ള അപ്പോൾ ഉള്ള എംപ്ലോയീസോ അവിടുന്ന് പോയ എംപ്ലോയീസാണ് സാധാരണ ആ വിസിൽ ബ്ലോയിങ് പുരോഗം ചെയ്യാറ്, ആ കാര്യം ചെയ്യാറ്. അതെപ്പോഴാണ് ചെയ്യുക? എപ്പോഴാണ് ചെയ്യുകയെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും ഇല്ലീഗലായിട്ടോ അല്ലെങ്കിൽ ഇമ്മോറലായിട്ടോ ഇല്ലെജിറ്റിമേറ്റായിട്ടോ, അതായത് വേണ്ടാത്ത കാര്യങ്ങൾ ഉള്ളിൽ നടക്കുന്നുണ്ട് എങ്കിൽ അവർ വേറെ ഒരു വഴിയും കാണുന്നില്ല, പല സ്ഥലങ്ങളിലും നോക്കി, അവിടെ ഒന്നും ഇത് കേൾക്കുന്നില്ല, പക്ഷേ ഇത് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടത്, അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങൾ വരുമ്പോൾ എങ്ങനെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഓണേഴ്സ് ഇതിനെ കാണണം. അത് സാധാരണഗതിയിൽ ഗവൺമെൻറ് കോർപ്പറേഷൻസൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടേതായ രീതിയിലുണ്ട്. പക്ഷേ പ്രൈവറ്റ് സെക്ടറിൽ, ഫാമിലി ബിസിനസ്സിൽ ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ നമ്മൾ എങ്ങനെ കാണണം എന്നുള്ളത്, അത് ബേസിക്കലി ഒരു ആർട്ടാണ് ഇതിനെ കണ്ടുപിടിക്കാൻ. കാരണം ഇത് ഓൾറെഡി ഔട്ടായി കഴിഞ്ഞു സംഭവങ്ങൾ. ശരിയോ തെറ്റോ എന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ വളരെ പേഷ്യൻസോടുകൂടി, വളരെ പ്ലാനിങ്ങോടുകൂടി ഇതിൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിൻ്റെ ആക്ഷൻസ് എടുത്ത് വിസിൽ ബ്ലോ ചെയ്ത ആളെ കോൺഫിഡൻസിലെടുത്ത് ഈ കാര്യം ചെയ്തതുകൊണ്ട് ഗുണങ്ങളാണ് കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് അപ്രീസിയേഷൻ കൊടുത്ത്, തെറ്റാണെങ്കിൽ അത് വീണ്ടും ഉണ്ടാവാതിരിക്കുക രീതിയിലുള്ള പ്ലാനിങ് ചെയ്ത്, എന്തൊക്കെയാണെങ്കിലും ഇതൊരു ഇൻഡിക്കേഷനാണ്, വെറുതെ ചെയ്യില്ലല്ലോ അപ്പോൾ എൻ്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ, മാനേജ്മെൻറ്റ് അതിൻ്റെ റൈറ്റ് സ്പിരിറ്റോടെയും റൈറ്റ് സീരിയസ്നെസ്സിനോട് കൂടിയാണ് കാണേണ്ടത്. അല്ലാണ്ടൊരു വേറൊരു വ്യൂവിൽ അത് കാണരുത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ദോഷം എന്ന് പറഞ്ഞാൽ, പിന്നെ രണ്ടാമതാരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ ഇടയാവില്ല, വിസിൽ ബ്ലോ ചെയ്യാൻ ആളുണ്ടാവില്ല. അപ്പോൾ കാരണം അവർക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായേക്കണമെങ്കിൽ അത് നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ കമ്പനിയുടെ വാല്യൂസും സിസ്റ്റംസും നമ്മുടെ ഗ്രോത്തും കമ്പനിയുടെ എക്സിസ്റ്റൻസും അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ കേസുകൾ ധാരാളം ഉണ്ടായിട്ടുമുണ്ട്.